ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൈത്താക്കാലം 3-ാം ഞായർ 2025 ഓഗസ്റ്റ് 10. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 38 വരെ വാക്യങ്ങളാണ് നമുക്ക് സുവിശേഷ വായന. ഞാൻ അധ്യായം ഏതാണ്ട് മുഴുവനുണ്ട്, ഞാൻ വായിക്കുന്നില്ല. അതിലത്തെ വചനങ്ങളുടെ ഓരോ വാക്കുകളുടെ അർത്ഥം അതും ധ്യാനിക്കുന്നില്ല. മൊത്തത്തിൽ ഈ അധ്യായത്തിൽ എന്താണ് ഉള്ളതെന്ന് ഒന്ന് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം പ്രകാശമാണ്. 1 യോഹന്നാൻ 1:5 കാണാം. ദൈവം പ്രകാശമാണ് അല്ലെങ്കിൽ വെളിച്ചമാണെന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. 1, സത്യത്തിന്റെ ഉറവിടം ദൈവമാണ്. 2, ദൈവം പരമപരിശുദ്ധനാണ്. 3, ദൈവം സർവ്വ നന്മയാണ്. പിന്നെ അവനിൽ ഇരുട്ടില്ല എന്ന് മാത്രമല്ല, അവൻ ഇരുട്ടെന്ന് പറഞ്ഞാൽ തിന്മയുടെ ശക്തി, അവനിൽ തിന്മയില്ല എന്ന് മാത്രമല്ല, അവൻ തിന്മയുടെ ശക്തിയെ എതിർക്കുന്നു. ദൈവം തിന്മയുടെ ശക്തിയോട് പോരാടുന്നു. ഒരു സമരമാണത്. അവസാനം ആ തിന്മയുടെ ശക്തി പരാജയപ്പെടും. ദൈവം ഈ തിന്മയുടെ ശക്തിക്കെതിരെയാണ്. കാരണം ദൈവത്തിൽ തിന്മയില്ല, തിന്മയുള്ളതിനെ ദൈവം എതിർക്കുകയും ചെയ്യുന്നു. തീർന്നില്ല. ആ വെളിച്ചമാകുന്ന ദൈവത്തിന്റെ രശ്മി നമ്മിലേക്ക് ഒരു അല്പം ഇട്ടിട്ടുണ്ട്. ദൈവം വെളിച്ചമാണ്, അതിന്റെ ഒരു രശ്മി നമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇല്ലേ, ദൈവത്തിന്റെ ലോഗോസ് ആരിലേക്ക് വന്നുവോ അവർ ദൈവങ്ങളത് വിളിച്ചതാണ് മനുഷ്യനെ കുറിച്ചുള്ള നിർവചനം. യോഹന്നാൻ 10:34-35. അപ്പോൾ ഈ ലോകത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മി നമ്മിലുള്ളത് കൊണ്ടാണ്. ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മി ആ വസ്തുവിലുണ്ട്, നമ്മിലുണ്ട്. നമുക്കിപ്പം ഇത് മനസ്സിലാക്കാൻ ഇയർഫോൺ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത് ഇതിലും ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ ഒരു രശ്മിയുണ്ട്, നമ്മിലുമുണ്ട്. അപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാം, എനിക്ക് മനസ്സിലാകും. ആ മനസ്സിലാക്കാൻ കഴിയുന്നതിന് കാരണം അതില് ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ രശ്മിയുണ്ട്, എന്നിലുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ മനുഷ്യരെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ പോകും. കാരണം എന്താ? ഇരുകൂട്ടരിലും ചിലപ്പോൾ വെളിച്ചത്തിന്റെ രശ്മി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ദൈവം വെളിച്ചമാണ്. യേശു ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12. അതായത് ലോകത്തിലേക്ക് വന്ന ദൈവമാണ് യേശു. നിഗൂഢമായിരിക്കുന്നവ വെളിപ്പെടുത്തുന്നവൻ എന്നും അതിനർത്ഥമുണ്ട്. വെളിപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവാണ്. നിഗൂഢമായിരുന്ന ദൈവപിതാവിനെ വെളിപ്പെടുത്തി വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവാണ്. ആ അർത്ഥത്തിൽ യേശു ലോകത്തിന്റെ പ്രകാശമാണ്. ആ യേശു നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അതായത് വിശ്വാസികളും ലോകത്തിന്റെ പ്രകാശമായി ആകാൻ വിളിക്കപ്പെട്ടവരാണ്. ഇവിടെ ഈ ഒരു അന്ധൻ, ജന്മന അന്ധനായ ഒരുത്തനെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്. ആ അന്ധൻ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. വെളിച്ചം കാണാൻ സൗഖ്യവും ഭാഗ്യവും ലഭിച്ച അന്ധൻ, വെളിച്ചം കാണാനായി സൗഖ്യം ലഭിച്ചു, ഭാഗ്യം ലഭിച്ച അന്ധൻ 9:35 അങ്ങനെ കാണാം. അവൻ ദൈവത്തെ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. അപ്പോൾ ആ അന്ധൻ, ജന്മന അന്ധനായ മനുഷ്യൻ ലോകത്തിന്റെ വെളിച്ചമായി മാറുകയാണ്. മത്തായി 5:14. അപ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞത് ഈ അന്ധന്റെ കാര്യത്തിൽ സത്യമാകുകയാണ്. എങ്ങനെയാണ് ഈ സംഭവം യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്? നമ്മളിപ്പം പലതരം സിനിമ കാണുമില്ലേ? കോമഡി സിനിമ, ചിലപ്പോൾ ട്രാജഡി സിനിമ, അപ്പോൾ പിന്നെ ദുരന്തപൂർണമായ ഒരു വ്യവക്ഷേപം എന്നൊക്കെ പറയും, ഒരു ട്രാജിക് ഐറണി. ഈ ട്രാജിക് ഐറണിയുടെ രൂപത്തിലാണ് ഈ സംഭവം യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു നാടകത്തിന്റെ രൂപശില്പം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ രൂപശില്പം കോടതി മുറിയിൽ അരങ്ങേറുന്നത് പോലെ. നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു സിനിമ, നേര് എന്ന് പറഞ്ഞ സിനിമ, കോടതി മുറിയാണ് അതിന്റെ മുഖ്യഭാഗം. അങ്ങനെ ഒരു കോടതി മുറിയിൽ അരങ്ങേറുന്ന ഒരു ദുരന്തപൂർണമായ വ്യവക്ഷേപം, എ ട്രാജിക് ഐറണി എന്ന ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നാടക രൂപത്തിന്റെ അല്ലെങ്കിൽ സിനിമയുടെ ചട്ടക്കൂടിലാണ് ഈ സംഭവം വർണ്ണിച്ചിരിക്കുന്നത്. കഥാപാത്രങ്ങളിലും രംഗസംവിധാനത്തിൽ അത് കാണാം. ചിലത് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. 1, ദൈവം കൊടുത്ത വെളിച്ചം, അത് മോശയുടെ ന്യായപ്രമാണമാണ്. പഴയ നിയമത്തില് ദൈവം കൊടുത്ത വെളിച്ചം എങ്ങനെയൊക്കെ നടക്കണമെന്ന് കാണിക്കുന്ന മാർഗരേഖ അല്ലെങ്കിൽ ഭരണഘടനയാണത്. അപ്പോൾ ദൈവം കൊടുത്ത വെളിച്ചമാണ് മോശയുടെ ന്യായപ്രമാണം. അത് കൈവശം വെച്ചിരിക്കുന്നവരാണ് ഈ കോടതിയിലെ ന്യായാധിപന്മാര്. മോശയുടെ ന്യായപ്രമാണം എന്ന ഭരണഘടന കൈവശം വെച്ചിട്ടാണ് കോടതിയിൽ ന്യായാധിപന്മാർ ഇരിക്കുന്നത്. അതാണ് ഈ കോടതിയിലെ ജഡ്ജിമാര്. ഒരിക്കൽ യാചകനായിരുന്ന കുരുടൻ, അതായത് ജന്മന അന്ധനായവൻ, തനിക്ക് ഏറ്റവും തീർച്ചയുള്ള ഒരു കാര്യം നിഷേധിക്കണമെന്ന് വാദിക്കുന്ന എതിരാളികളുടെ മുമ്പിൽ കോടതിയിൽ നിൽക്കുകയാണ്. തന്നെ സുഖപ്പെടുത്തിയത് യേശുവാണെന്ന് അവന് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നിഷേധിക്കണമെന്നാണ് എതിരാളികൾ പറയുന്നത്. അവനാണ് ഈ കോടതിയുടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. ഈ ന്യായാധിപന്മാരുടെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഒരിക്കൽ യാചകനായിരുന്ന ഒരു കുരുടൻ, ജന്മന അന്ധനായിരുന്നവൻ. അവന് ഏറ്റവും തീർച്ചയുള്ള കാര്യം
നിഷേധിക്കണമെന്ന് വാദിക്കുന്ന എതിരാളികളുടെ മുമ്പിൽ കോടതിയിൽ പ്രതിക്കൂട്ടി നിൽക്കുക. പബ്ലിക് പ്രോസിക്യൂട്ടർമാരും ജഡ്ജിമാരും അവന് വിചാരണ ചെയ്യുന്നു. പക്ഷെ വാസ്തവത്തില് ഇവനല്ല പ്രതിക്കൂട്ടില്. ഈ കർട്ടന് പുറകില്, തിരശ്ശീലയ്ക്ക് പുറകില് രോഗശാന്തി നൽകിയ യേശുവാണ് പ്രതിക്കൂട്ടില്. രോഗശാന്തി കിട്ടിയ കുരുടനാണ് പുറത്ത് പ്രതിക്കൂട്ടില്. പക്ഷേ ശരിക്കും പ്രതിക്കൂട്ടിൽ ആരാണ്? യേശുവാണ്. ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതൊക്കെ യേശുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയാ. അങ്ങനെ യവനികയ്ക്ക് പുറകില് പ്രതിക്കൂട്ടിൽ യേശുവാണ് നിൽക്കുന്നത്. അവന്റെ അസാന്നിധ്യത്തിൽ അവൻ വിചാരണ ചെയ്യപ്പെടുകയാണ്. യേശുവിൽ സൗഖ്യം ലഭിച്ചവൻ വെളിച്ചത്തിന് അനുകൂലമായി വാദിക്കുന്നു. തങ്ങളിൽ പ്രകാശമുണ്ടെന്ന് അവകാശപ്പെട്ട, വെളിച്ചമുണ്ടെന്ന് അവകാശപ്പെട്ട വിധികർത്താക്കളും പ്രോസിക്യൂട്ടർമാരും വക്കീലന്മാരും തിന്മയ്ക്ക് വേണ്ടി വാദിക്കുന്നു. അങ്ങനെ അന്ധരായിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ ഈ കഥ പോകുന്ന പോക്ക് കണ്ടോ? അങ്ങനെ രംഗം ഇങ്ങനെ കൊഴുത്തു വരുമ്പോൾ യവനികയ്ക്ക് പുറകിൽ നിന്നിരുന്ന യേശു എന്ന പ്രതി രംഗത്ത് പ്രവേശിച്ചിട്ട് വിധികർത്താക്കളുടെ മേശകൾ തട്ടിമറിച്ചിട്ട് ലോകത്തെ വിധിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുന്നു. കോടതി മുറിയിലേക്ക് പ്രതി വരികയാണ്. ഏത്? യവനയ്ക്ക് പുറകിൽ നിന്ന പ്രതി. എന്നിട്ട് ഈ ജഡ്ജിമാരുടെയും പ്രോസിക്യൂട്ടർമാരുടെയും മേശകൾ തട്ടിമറിച്ചിട്ട് പ്രതി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളൊക്കെ വിധിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രതി ന്യായാധിപനാകുന്നു, പ്രാഢ്യവാകനാകുന്നു. നാടകത്തിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് വരികയാണ്. ഈ സംഭവം, ജന്മന അന്ധനായ ആ മനുഷ്യന് ലഭിച്ച സൗഖ്യത്തിന്റെ ആ സംഭവം നമുക്ക് 3 തട്ടുകളിൽ നമുക്ക് വായിച്ചെടുക്കാം. ഒന്ന്, ഈ യേശുവിന്റെ ജീവിതകാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ. അക്കാലത്തുണ്ടായ യേശുവിന്റെ ജീവിതകാലത്ത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് എഴുതപ്പെടുന്നത്. യോഹന്നാൻ സുവിശേഷം എഴുതപ്പെടുന്നത്. ആ യോഹന്നാൻ സുവിശേഷം എഴുതപ്പെടുന്ന കാലത്ത് സഭയിലുണ്ടായ സ്ഥിതിവിശേഷം, അതിന്റെ വെളിച്ചത്തിൽ. 3, ഇന്ന് തിരുവചനം വായിക്കുന്ന നമ്മുടെ അനുവാചകരുടെയും സഭയുടെയും സ്ഥിതി തന്നെയാണ്. ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണ് ഈ കുരുടനായ, ജന്മനാ കുരുടനായ അന്ധനിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ക്രിസ്ത്യാനികളുടെ അവസ്ഥയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്തിന്റെ വെളിച്ചം ലഭിച്ചവരാണ് ക്രിസ്ത്യാനികൾ. അവർ ക്രിസ്തുവിനേറ്റ് പറയുന്നു. എന്നാൽ ലോകം അവരെ വിചാരണ ചെയ്യുന്നു. സഭയ്ക്കുള്ളതിനേക്കാൾ നല്ല വെളിച്ചം ലോകത്തിനുണ്ടെന്നാണ് അവരുടെ അവകാശവാദം. എന്നാൽ ക്രിസ്ത്യാനികളെ വിചാരണ ചെയ്യുമ്പോൾ, പീഡിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിചാരണ ചെയ്യപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ക്രിസ്തുവാണ്. അവനാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. യഥാർത്ഥ വെളിച്ചത്തിന് അനുകൂലമായി നാം വാദം തുടരുമ്പോൾ യേശു വിധികർത്താക്കളുടെ മേശകൾ തട്ടിമറിച്ചിട്ട് ലോകത്തെ വിധിക്കും. അത് ലോകത്തിന് അപ്രതീക്ഷിതമായ, ദുരന്തപൂർണമായ ഒരു വ്യവക്ഷേപം, ട്രാജിക് ഐറണി സമ്മാനിക്കും. ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാകും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ 2 സംഭവങ്ങൾ. നമ്മുടെ 2 കന്യാസ്ത്രീകളെ ഉത്തരേന്ത്യയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. കോടതി, വിചാരണ, പ്രതിയൊക്കെ നടക്കുകയാണ്. ഈ കന്യാസ്ത്രീമാരൊക്കെ വിചാരണ ചെയ്യുമ്പോഴും അവർക്കെതിരെ ഇല്ലേ വിധികർത്താക്കളും വക്കീലന്മാരും പോലീസും കോടതിയും ഒക്കെ നിന്നപ്പോഴും വാസ്തവത്തിൽ പ്രതിക്കൂട്ടിൽ ആരായിരുന്നു? ഈ യവനയ്ക്ക് പുറത്ത് പ്രതിക്കൂട്ടിൽ ആരായിരുന്നു? ഈ കന്യാസ്ത്രീമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്യുമ്പോൾ യേശുവായിരുന്നു. യേശുവാണ് പ്രതിക്കൂട്ടില്. അപ്പോ കന്യാസ്ത്രീമാര്, തെറ്റ് ചെയ്യാത്ത കന്യാസ്ത്രീമാരെ വിചാരണ ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യാത്ത ക്രിസ്തുവാണ് വിചാരണ ചെയ്യപ്പെട്ടത്. അവസാനം എന്തുണ്ടായി? ക്രിസ്തു തന്നെ രംഗത്ത് വന്നു. ഇവർക്ക് ക്രിസ്തു രംഗത്ത് വന്നത് പലരിലൂടെയാണ്. നിരവധി പേര് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇടപെട്ടു. നിരവധി പേര്. അവരെല്ലാം ദൈവത്തിന്റെ ആളുകളായിരുന്നു. പലതരത്തില് എന്തെല്ലാം സ്വാർത്ഥ ലക്ഷ്യങ്ങളോടെ ആണെങ്കിലും ദൈവം പലരെയും ഇറക്കി. അങ്ങനെ അവസാനം എന്തുണ്ടായി? ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു. ആ മോചിപ്പിച്ചതോടുകൂടി യേശു ലോകത്തെ പ്രഖ്യാപിച്ചു. എന്താണ്? ഞാനാണ് വിധികർത്താവ്. ഈ കന്യാസ്ത്രീകളെ വിചാരണ ചെയ്യുകയും വിധിക്കുകയും ചെയ്തവരുടെ മേശകളൊക്കെ തട്ടിമറിച്ചിട്ട് കർത്താവ് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാഠ്യവാകൻ, വിധികർത്താവ് ഞാനാണ്. അത് കേട്ട് ലോകം അന്താളിച്ചു. അനേകം പേര്, ഈ ഒരൊറ്റ സംഭവത്തിലൂടെ അനേകം പേര് ക്രിസ്തുവിനെ സുവിശേഷം സ്വീകരിക്കും. അതിനൊരു തെളിവാണ് ഈ 3 പേര്, ഈ കന്യാസ്ത്രീകള് മതപരിവർത്തനം നടത്തി, മനുഷ്യക്കടത്ത് നടത്തിയിട്ട് 3 പേരെ കൊണ്ടുപോയില്ലേ? അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി. അവരാരും ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഒരു മൊഴി പറഞ്ഞില്ല.
ഇത്രയൊക്കെ പോലീസ് സ്റ്റേഷനും കോടതിയും പട്ടാളും ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു കേസ് ഉണ്ടായിട്ടും ആ 3 പേര്, ഈ കന്യാസ്ത്രീകളുടെ കൂടെ ഉണ്ടായിരുന്ന 3 പേര്, അവര് ഈ കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി കൊടുത്തില്ല. അവരുടെ ഭാവി എന്താകാമെന്ന് പേടിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു, അവരും കൊടുത്തില്ല. എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശക്തിയാണ് അവിടെ ശക്തമായിട്ട് പ്രതിഫലിച്ചത് എന്നുള്ളതാണ് ഞാൻ കാണുന്ന സത്യം. ഇതെല്ലാ കാലത്തുമുണ്ട്. ഇതിപ്പോ നമ്മുടെ തൊട്ടടുത്ത സമയം ആയതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞപ്പോൾ എളുപ്പത്തിൽ മനസ്സിലായി. നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും ഇത് കാണാം, ഏത് ഘട്ടത്തിലും കാണാം, ഏത് കാലത്തും കാണാം. നമ്മൾ എല്ലാ നാടുകളിലും കാണുന്നു. ഏതാണ്ട് 30 കോടി ക്രിസ്ത്യാനികളാണ് വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നത്. 30 കോടി, 200 കോടി ക്രിസ്ത്യാനികളിൽ 30 കോടി പീഡിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഏതാണ്ട് ആറിൽ ഒരു ഭാഗം ക്രിസ്ത്യാനികള് വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നു. ഇന്ത്യയിൽ വേറെ തരത്തിലാണ് പീഡിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് എന്താണ് ക്രിസ്തു ധർമ്മം ഉപേക്ഷിക്കാത്തത്? ക്രിസ്ത്യാനികൾ ആരെങ്കിലും ആക്രമിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കന്യാസ്ത്രീമാരെങ്കിലും ആക്രമിക്കാൻ പോയോ? അവര് നന്മ ചെയ്യുന്നു, പാവങ്ങളെ സംരക്ഷിക്കുന്നു, ജോലിയിലേക്ക് ജോലി കൊടുക്കാൻ നോക്കുന്നു, രോഗികളെ പരിചരിക്കുന്നു, വിദ്യാഭ്യാസമില്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു. ആരാണ് മാനസാന്തരപ്പെടുത്തുന്നതും മതപരിവർത്തനം ചെയ്യുന്നതും? താല്പര്യമുള്ളവർക്ക് വരാം, ക്രിസ്തുവിനെ സ്വീകരിക്കാം. അപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ തെറ്റിയിട്ടും ക്രിസ്ത്യാനികൾ ഇത്രമാത്രം പീഡിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അവർ മതം മാറാത്തത്? ചില പ്രണയക്കുരുക്കിൽ പെട്ടിട്ട് ആൾക്കാർ പോകുന്നതൊക്കെ ഉണ്ടെന്നല്ലാതെ പീഡിപ്പിച്ചിട്ട് ക്രിസ്ത്യാനികളെ മാറ്റാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവർ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതാണ് പോയിന്റ്. അതുകൊണ്ട് ജീവൻ പോയാലും അവർ ക്രിസ്ത്യാനികൾ ഈ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളൂ. അവർ ആക്രമിക്കാൻ പോകില്ല. പക്ഷേ അവരെന്താണ് ചെയ്യുന്ന കാര്യം നല്ല ബോധം അവർക്കുണ്ട് താനും. ഒരു കാര്യം, ഇത് സഭയ്ക്ക് പുറത്തുള്ളൊരു സംഗതിയാണ്. ഇനി സഭയ്ക്ക് ഉള്ളിൽ നോക്കുക. വീണ്ടും ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു പ്രശ്നം പറയാണ്. അവിടെ ഈ ദൈവത്തിന്റെ വെളിച്ചം എന്ന് പറയുന്ന ഭരണഘടന, കാനൻ ലോ, ബൈബിള് ഉണ്ടെന്ന് പറയുന്ന 2 മെത്രാന്മാര് അവര് വിധികർത്താക്കളായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആരെയാണ് പ്രതിക്കുട്ടി നിർത്തിയിരിക്കുന്നത്? സഭാവിശ്വാസികളെ. ദൈവത്തിന്റെ വെളിച്ചം, ഭരണഘടന, കാനൻ ലോ ഒക്കെ കൈവശമുണ്ടെന്ന് പറയുന്ന 2 മെത്രാന്മാര്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ തലപ്പത്തുള്ള 2 മെത്രാന്മാര്, അവർ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നത് ആരെയാണ്? സഭയോടൊപ്പം നിൽക്കുന്ന മക്കളെ. മെത്രാൻ സെനറ്റ് തീരുമാനിച്ച, ആ 2 മെത്രാന്മാർ ഉൾപ്പെടെയുള്ള മെത്രാൻ സെനറ്റ് തീരുമാനിച്ച കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടവരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യുന്നത്, അവർ ചവിട്ടിക്കൂട്ടുകയാണ്. എന്നിട്ട് അവർക്കിഷ്ടമില്ലാത്ത കുർബാന സഭ ഇല്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് നിർബന്ധിക്കുകയാണ്. ഈ മെത്രാന്മാർക്കെതിരെ കർത്താവ് യവനയ്ക്ക് പുറത്തുനിന്ന് വന്ന് മേശകൾ തട്ടിമറിച്ചിട്ട് അവരെ കുറ്റം വിധിച്ചില്ലെങ്കിൽ നമ്മുടെ കർത്താവ് ഈശോ മരിച്ചവൾ ഉത്ഥാനം ചെയ്തിട്ടില്ലെന്ന് വിശ്വസിക്കേണ്ടി വരും. ഈ 2 മെത്രാന്മാർക്കെതിരെ കർത്താവ് രംഗത്ത് വന്ന് അവരുടെ മേശകൾ തട്ടിമറിച്ചിട്ട് കർത്താവ് അവർ വിധിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം, ഈ യോഹന്നാൻ സുവിശേഷം 9-ാമത്തെ അധ്യായം, അത് സത്യമല്ലെന്ന് വരും. അത് കർത്താവ് ചെയ്യോ? കർത്താവ് അങ്ങനെ ചെയ്യോ? ഇല്ല. അവന്റെ വചനം സത്യമായി നിലനിൽക്കും. അതുകൊണ്ട് ഇപ്പോ ഈ ഭരണഘടനയുണ്ടെന്ന് വിചാരിക്കുന്ന, കാനുള്ള കയ്യിലുണ്ടെന്ന് വിചാരിക്കുന്ന മെത്രാന്മാര്, അവർക്ക് വേണ്ടി വാദിക്കുന്ന പ്രോസിക്യൂട്ടർമാര്, മുന്നേറ്റക്കാര്, വിമത വൈദികര്, അവർക്കെതിരെ വിധികർത്താവായിട്ട് കർത്താവ് വരും. ഇത് നമുക്കൊരു വലിയ പ്രത്യാശയാണ്, വിശ്വാസികളുടെ വലിയ പ്രത്യാശയാണ്. ഈ 2 കന്യാസ്ത്രീകള്, ഉത്തരേന്ത്യയിൽ 2 കന്യാസ്ത്രീകൾ നിന്നതുപോലെയാണ് സഭാവിശ്വാസികള് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അവർ വിചാരണ ചെയ്യപ്പെടുന്നു, പീഡിപ്പിക്കുന്നത് സഭയുടെ തലവൻ, അദ്ദേഹത്തിന്റെ വികാരി മെത്രാപ്പോലീത്ത. അവരെ കുറ്റം വിധിക്കാനായിട്ട് നിൽക്കുന്നത് പ്രോസിക്യൂട്ടർമാരായിട്ട് വിമത വൈദികര്, പിന്നെ മുന്നേറ്റക്കാര്. അവർക്കെതിരെ കർത്താവ് ഈശോ മിശിഹ വിധികർത്താവായിട്ട് വരികയാണ്. അവിടെ ഇപ്പൊ സ്നേഹമല്ല ഉണ്ടാകുക, വിധി തന്നെയാണ്. ഇതാണ് ഇന്നത്തെ സുവിശേഷം. ഈ സ്നേഹം, കരുണ, അലിവ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നില്ലേ ആളുകള്? അവർക്ക് സ്നേഹം എന്തെന്നോ അലിവെന്തെന്നോ കരുണ എന്തെന്നോ അറിയില്ല. കാരണം അവര് അസത്യത്തോട് കരുണ കാണിക്കണമെന്നാണ് പറയുന്നത്, അനീതിയോട് കരുണ കാണിക്കണമെന്നാണ് പറയുന്നത്, അക്രമത്തോട് അലിവ് കാണിക്കണമെന്നാണ് പറയുന്നത്. അവരുടെ തല തിരിഞ്ഞ ധാർമ്മികതയാണ് കാണിക്കുന്നത്. അവർക്ക് കർത്താവ് എന്തെന്നോ കർത്താവിന്റെ കുർബാന എന്തെന്നോ അവർക്കറിയില്ല, സുവിശേഷം എന്തെന്ന് അറിയില്ല, അവർ വായിച്ചിട്ടില്ല. വായിച്ചിട്ടും പഠിച്ചിട്ടുമില്ല. ഈ കൗശലവും കൗതുകവും മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്.
കൗതുകത്തിന്റെ പുറകെയാണ് അവര്. സീരിയസ് ആയ കാര്യങ്ങൾ പഠിക്കുകയോ? ഇല്ല. സഭാശാസ്ത്രം പഠിക്കോ? ലിറ്ററേച്ചർ പഠിക്കോ? ബൈബിള് പഠിക്കോ? ഇല്ല. എന്നിട്ട് പറന്നു പോകുന്ന കിളിക്ക് പോലും കുറ്റം കണ്ടെത്താനായിട്ട് ഇരിക്കുകയാണ് കമന്റ് ബോക്സും തുറന്നു വെച്ചിട്ട്. ഈ ഈ വെളിച്ചം കാണുന്നു എന്ന് വിചാരിക്കുന്നവര് അന്ധരായിക്കൊണ്ടിരിക്കുകയും ജന്മന അന്ധനായവൻ വെളിച്ചം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായ രംഗമാണിത്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ കാണുന്ന രംഗം. ഇവിടെയൊക്കെ നമുക്ക് യേശുവിന്റെ ഒപ്പം നിൽക്കാൻ, യേശുവിന്റെ സഭയോടൊപ്പം നിൽക്കാൻ, സുറിയാനി സഭയോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.